ഹായ് ഗായ്സ്, നിങ്ങൾ എന്തൊക്കെ തന്നെ പറഞ്ഞാലും കളറ് കുറവുള്ള ആൾക്കാർക്ക് ചെറിയ രീതിക്കെങ്കിലും അവിടെ സ്കിന്ന് നല്ല രീതിക്ക് നല്ല ടെക്സ്ചറിൽ നല്ല ഹെൽത്തി ആയിട്ട് അല്ലെങ്കിൽ നല്ല രീതിക്ക് ഒരു ബ്രൈറ്റ്നസ് ഒരു 2-3 ഷെയ്ഡ്സ് ബ്രൈറ്റ്നസ് കൂട്ടിക്കൊണ്ടുവരാനായിട്ട്, അതായത് അവരുടെ കളറിൽ നിന്ന് ഒരു 2-3 ഷെയ്ഡ്സ് ഇത് കൂട്ടി വരാനായിട്ട് ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. നമ്മൾ എന്തൊക്കെ തന്നെ താഴെ വന്ന് കമൻ്റ് ഇട്ടാലും നിറത്തിനെ പറ്റിയിട്ടാണ് കേട്ടോ ഞാനീ പറയുന്നത്. നിറത്തിലൊന്നും മാത്രം വലിയ കാര്യമൊന്നുമില്ല, നല്ല ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. നമ്മൾ ആഫ്രിക്കക്കാരെ കണ്ടിട്ടില്ല, അവരുടെ സ്കിന്നൊക്കെ എന്ത് ഡ്രസ്സോ കാണാനറിയോ, മെഴുകിയെടുത്ത പോലത്തെ പ്രതിമകളെ പോലെ ഉണ്ടാവും കേട്ടോ അവരെ കാണാൻ. നിറം കുറവേ ഉള്ളൂ, പക്ഷെ അവരുടെ ടെക്സ്ചർ ഉണ്ടല്ലോ, സ്കിൻ ടെക്സ്ചർ അത് സൂപ്പറാണ്. നമ്മളൊക്കെ മാറി നിൽക്കണം കേട്ടോ. അപ്പോൾ സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കുക, ചെറിയ രീതിക്കുള്ള ബ്രൈറ്റ്നസ് ഒക്കെ മതി. അതല്ലാതെ നമുക്ക് സായിപ്പിനെ പോലും മദാമനെ പോലും ഒന്നും ആവുമൊന്നും വേണ്ട കേട്ടോ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ടാണ്. വെളുക്കുക എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് 2-3 ഷെയ്ഡ്സ് ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു 2-3 ഷെയ്ഡ്സ് കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർ നാച്ചുറൽ റെമഡിയാണ് നമ്മളിന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഈ ഒരു റെമഡിക്ക് നമുക്ക് ആദ്യം വേണ്ടത് പൊട്ടറ്റോയുടെ സ്റ്റാർച്ച് ആണ്. ഇതെങ്ങനെ എടുക്കാമെന്നുള്ളതിനൊക്കെ പറ്റിയിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ചിൽ നിന്ന് നമ്മൾ ആ ഒരു സ്റ്റാർച്ച് അങ്ങ് മാറ്റിയെടുക്കുകയാണ്. വെള്ളം മീതിയുള്ള വെള്ളം മാറ്റിയിട്ട് സ്റ്റാർച്ച് മാറ്റിയെടുക്കുകയാണ്. നമുക്ക് സ്കിൻ ടോൺ ഇമ്പ്രൂവ് ആകാൻ മാത്രമല്ല, നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പാടും കാര്യങ്ങളൊക്കെ പോകാനായിട്ട് ഈ ഒരു പൊട്ടറ്റോ നല്ല രീതിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. കരിമങ്കലിലേക്ക് ഉണ്ടെങ്കിൽ അത് കുറച്ച് കൊണ്ടുവരാനായിട്ട് നമുക്ക് ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ച് നല്ല രീതിക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഇനി നമ്മൾ അടുത്തതായിട്ട് ഇതിനകത്തേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എത്രത്തോളം വേണോ അതിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു കുഞ്ഞു കപ്പിൽ 1 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഏകദേശം ഒരു 75-50 മില്ലി ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അത് ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് സാഫ്രോൺ ആണ്, നമ്മുടെ കുങ്കുമപ്പൂവാണ് കേട്ടോ. കുങ്കുമപ്പൂ ഇച്ചിരി ഞാനിപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന രീതിയിൽ ഇച്ചിരി അങ്ങ് എടുക്കുകയാണ്. നമ്മുടെ സ്കിൻ ടോൺ നല്ല രീതിക്ക് ചേഞ്ച് ആയി വരാൻ വേണ്ടിയിട്ടാണ്. സ്കിൻ ടോൺ ചേഞ്ച് ആവുകയും ചെയ്യും, മാത്രമല്ല നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന പാടും കാര്യങ്ങളൊക്കെ ലൈറ്റൻ ആവാനായിട്ടും ഈ ഒരു സാഫ്രോൺ നമുക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ സാഫ്രോൺ അലോവേറ ജെല്ല് പോലെ ഉണ്ടാവും കേട്ടോ. നമ്മുടെ സെയിലാക്കുന്ന ആ ഒരു സാഫ്രോൺ ജെല്ലില്ലേ, അലോവേറ ജെല്ല് അതുപോലെ ഉണ്ടാവും കേട്ടോ നമുക്കിത് കണ്ടു വരുമ്പോൾ. അപ്പോൾ നമ്മളിതാ ഒരു കുങ്കുമപ്പൂ കൂടി ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ കുങ്കുമപ്പൂ വെള്ളം ഓൾറെഡി വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ട് മാറ്റിയെടുക്കാം കേട്ടോ. നമ്മളിപ്പോൾ നേരത്തെ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു, അതിനകത്തേക്ക് നിങ്ങൾക്ക് കുങ്കുമപ്പൂ ആഡ് ചെയ്തിട്ട് അതങ്ങ് മാറ്റാം. അപ്പോൾ ഗൈസ്, ഞാനിവിടെ ആ ഒരു കുങ്കുമപ്പൂവും സ്റ്റാർച്ചും കൂടെ ഒരുമിച്ചിട്ടാണ് കുതിർക്കാൻ വെക്കുന്നത്. 2 മണിക്കൂർ നേരത്തേക്ക് നമ്മളിത് സെറ്റ് ആവാനായിട്ട് വെക്കും. നിങ്ങൾക്ക് ഇതിന് താല്പര്യം ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മൾ നേരത്തെ ഒഴിച്ചു കൊടുത്താൽ ആ ഒരു വെള്ളത്തിനകത്തും ഈ ഒരു കുങ്കുമപ്പൂ ആഡ് ചെയ്തിട്ട് ആ ഒരു വെള്ളം 2 മണിക്കൂർ കഴിഞ്ഞ ശേഷം എടുക്കാം കേട്ടോ. ആ രീതിക്ക് ചെയ്യാം, അതല്ലാതെ തന്നെ ഈ പറഞ്ഞ രീതിയിലും ചെയ്യാം. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത് കോൺഫ്ലോർ ആണ്, നമ്മുടെ ചോളപ്പൊടിയാണ് ചേർക്കുന്നത്. അത് ഇതിനകത്തേക്ക് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ആരോറൂട്ടിൻ്റെ പൗഡർ ചേർക്കാം. ഓക്കെ, ആരോറൂട്ടിൻ്റെ പൗഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ കൂവപ്പൊടി ഇത് ചേർത്ത് കൊടുക്കുക കേട്ടോ. അത് ഈ കാണുന്ന ഒരു കുഞ്ഞു സ്പൂണിൽ 1 സ്പൂണ് ചേർക്കുന്നുള്ളൂ, കാരണം അത്രയും മതി. നമുക്ക് ഈ ഒരു സ്റ്റാർച്ച് കൂടെ ആകുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കായി പോകും. അതുകൊണ്ട് ആ ഒരു ചെറിയൊരു ടെക്സ്ചർ നല്ല രീതിക്ക് ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കോൺ സ്റ്റാർച്ച് കൂടി ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ ചേർക്കുന്നുണ്ട്. കോൺഫ്ലോർ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ്ങിന് നല്ലതാണ് കേട്ടോ, ബ്ലീച്ചിങ് എഫക്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി ഞാനിതെല്ലാം കൂടിയിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് നമ്മളതങ്ങ് 2 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് മാറ്റി വയ്ക്കാൻ കേട്ടോ. 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ആ ഒരു കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2-3 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം വേറൊരു പാത്രത്തിനകത്തേക്ക് ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളിതൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട്, ഗ്യാസ് ഓൺ ചെയ്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇതങ്ങ് നമ്മൾക്കങ്ങ് ചൂടാക്കി കൊണ്ടുവരാനായിട്ട്. അപ്പം ഞാനിവിടെ ചൂടാക്കുന്ന സമയത്ത് നന്നായിട്ട് അങ്ങ് കട്ടിയായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ഒരുപാട് കട്ടിയാക്കുകയും ചെയ്യരുത്, ഒരുപാട് ലൂസാക്കുകയും ചെയ്യരുത്. ഒരു ചെറിയൊരു ആ ഒരു നിങ്ങൾക്ക് അലോവേറ ജെല്ലൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ആ ഒരു ടെക്സ്ചറിൽ വേണം ഇത് കൊണ്ടുവരാനായിട്ട്. അപ്പോൾ ആ രീതിക്ക് ഞാനിത് ഹീറ്റ് ചെയ്തിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ ആ രീതിക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് നമ്മളത് ഗ്യാസ് ഓഫ് ചെയ്താലും നമ്മൾ ഇളക്കി കൊടുക്കുന്നത്, മിക്സ് ആക്കി കൊടുക്കുന്നത് നിർത്തരുത്, കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് ആ ഒരു ചൂട് ഇച്ചിരി തണുക്കുന്ന നേരത്തേക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. മിക്സ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഈ കാണുമ്പോൾ തന്നെ നല്ല ആ ഒരു ജെൽ കൺസിസ്റ്റൻസി, നല്ല ഒരു ക്ലിയർ ആയിട്ടുള്ള ഇത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിനകത്തേക്ക് ഇനി ഓയിൽ കൂടി ചേർക്കുന്നത്, ഓയിൽ ചേർക്കുമ്പോൾ ഈ ഒരു ക്ലിയർ നമുക്ക് കിട്ടില്ല കേട്ടോ. ചെറിയ രീതിക്ക് ഒരു ഓഫ് ഇതായിട്ട് തോന്നും, നമുക്ക് ആ ഒരു ക്ലിയറൊക്കെ മാറി ആ ഒരു ഓഫ് യെല്ലോ പോലെ നമുക്ക് തോന്നും കേട്ടോ, കുറച്ച് ഡാർക്കായ പോലെ തോന്നും. അപ്പോൾ ആ രീതിക്ക് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്ന ആർഗൺ ഓയിലാണ്. ആർഗൺ ഓയിൽ എന്ന് പറയുമ്പോൾ നമുക്ക് പിമ്പിൾസ് ഒന്നും അധികം വരത്തില്ല, നമ്മുടെ ഫേസിൽ പിമ്പിൾസ് ഉള്ളവർക്കും ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഓയിലാണ് ഈ ഒരു ആർഗൺ ഓയിൽ കേട്ടോ. അപ്പോൾ ആർഗൺ ഓയിൽ ഇതിനകത്തേക്ക് ഒരു കുഞ്ഞു സ്പൂണിൽ ഒരു 1/2 ടീസ്പൂണോ 1 ടീസ്പൂണൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ സ്കിന്നാണെങ്കിൽ കൂടുതൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഗ്ലിസറിനും ആഡ് ചെയ്യാനായിട്ട് മറക്കരുത്, ഡ്രൈ സ്കിന്നുകാർ. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നമ്മൾ നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം
സ്റ്റോർ ബോട്ടിലേക്ക് നമുക്കിതങ്ങ് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ കേട്ടോ. നമുക്ക് ഏകദേശം ഒരു 7 to 10 days വരെ നമുക്കിത് എടുത്ത് വെക്കാൻ പറ്റും. ഇനി ഇത് ഉപയോഗിക്കേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചില ആൾക്കാർക്കും നമ്മൾ ഈ പറഞ്ഞ രീതിക്ക് നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ക്രീം ഉണ്ടാക്കുന്ന സമയത്ത് ചില ആൾക്കാർക്ക് കേട്ടോ, എല്ലാവരും ഞാൻ കാര്യം പറയുന്നില്ല, ചില ടൈപ്പ് ആൾക്കാർക്ക് ഈ സ്കിന്നൊന്ന് വലിച്ചിലുണ്ടാക്കും. നല്ല ടൈറ്റ്, ചെറിയ രീതിക്ക് ടൈറ്റിനാണെങ്കിൽ ഓക്കെ, നമുക്ക് കുഴപ്പമില്ല, നമ്മുടെ സ്കിന്നെ ടൈറ്റൻ ചെയ്യണം. അതല്ല ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട ലെവൽ പോലെയാണ് നമുക്ക് ഫീൽ ആവുകയാണെന്നുണ്ടെങ്കിൽ, ഞാൻ നമ്മുടെ കടുക്ക ജെല്ല് കൊടുക്കുമ്പോൾ അവർക്ക് കൊടുക്കുന്നൊരു ടിപ്പാണ് കേട്ടോ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ നമ്മൾ ജെല്ല് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു ക്രീം ഉപയോഗിക്കാൻ പോകുന്ന ജെല്ല് ഉപയോഗിച്ച് നമുക്ക് അവിടെ ടൈറ്റ്നെസ് വരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നന്നായിട്ട് നമ്മൾ ക്രീം ആദ്യം നല്ല ഫേസൊക്കെ വാഷ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ക്രീം അപ്ലൈ ചെയ്യുക അല്ലേ. അപ്പോൾ ആ വരുന്ന പാടെ തന്നെ നമുക്ക് ആ ഒരു ചെറിയൊരു വെറ്റോട് കൂടിയിട്ട് നമ്മുടെ ഫേസിൽ ഇത് അപ്ലൈ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടർ തന്നെ നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം തന്നെ ഉപയോഗിച്ചിട്ട് ഒരു സ്പ്രേ ബോട്ടിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. എന്നിട്ട് ജസ്റ്റ് നമ്മുടെ ഫേസിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നതിന് ശേഷം ആ ഒരു ചെറിയൊരു വെറ്റോട് കൂടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ കൈ നനവ് പാടില്ല കേട്ടോ. ഇത് കടുക്ക ജെല്ല് ഉപയോഗിക്കുകയാണെങ്കിലും നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ജെല്ല് ഉപയോഗിക്കുകയാണെങ്കിലും കൈ നനവില്ലാതെ വേണം എടുക്കാനായിട്ട്. എന്നതിന് ശേഷം നമുക്ക് നമ്മുടെ ഇത് ഫേസിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു മെത്തേഡാണ് കടുക്ക ജെല്ല് ഉപയോഗിക്കുമ്പോൾ ചില ആൾക്കാർ പറയാറുണ്ട് സ്കിന്നൊന്ന് ടൈറ്റൻ ആവുന്ന പോലെ ഫീൽ ആവുന്നുണ്ടെന്ന്. അപ്പോൾ ചെറിയ രീതിക്ക് ടൈറ്റൻ ആണെങ്കിൽ നോ പ്രോബ്ലം, നമ്മുടെ സ്കിന്നെ ടൈറ്റൻ ചെയ്ത് വയ്ക്കണം. കാരണം ചുളിവുകൾ പോകാനായിട്ട് നമുക്കൊരു കടുക്ക ജെല്ല് ഉപയോഗിക്കാം. അപ്പോൾ നമുക്കതല്ല ഒരു ഫേസ് പാക്കൊക്കെ ഇട്ട പോലെ വലിഞ്ഞ് മുറുകുന്ന ഫീൽ ആണെങ്കിൽ മാത്രമേ ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ റോസ് വാട്ടറോ അല്ലെങ്കിൽ നോർമൽ വാട്ടറോ ആദ്യം സ്പ്രേ ചെയ്യുക. എന്നതിന് ശേഷം നമ്മുടെ ഒരു ഉണ്ടാക്കിയിരിക്കുന്ന ജെല്ല്, നമ്മുടെ ഒരു പൊട്ടാറ്റോയും സാഫ്രോണും കൂടി ചേർത്തിട്ടുള്ള ഒരു ജെല്ല് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ലീവ് ചെയ്യണമെങ്കിൽ ലീവ് ചെയ്യാം. ഇതൊരു നൈറ്റ് ക്രീം പോലെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സൂപ്പർ റിസൾട്ട് ആയിരിക്കും. നമ്മുടെ സ്കിൻ ടോണൊക്കെ നല്ല രീതിക്ക് ചേഞ്ച് ആവും. അതുപോലെ നമ്മുടെ സ്കിന്നിലത്തെ പാടും മറ്റും കാര്യങ്ങളെല്ലാം തന്നെ നാൾക്ക് നാൾ ലൈറ്റ് ചെയ്ത് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോ വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.